ഇൻസൈറ്റിന്റെ ആറാമത്തെ ഈ സെക്ഷനിലേക്ക് വന്നിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. നമസ്കാരം. നമ്മൾ ഈ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ കാര്യം മാത്രമാണ്. അതായത് നമ്മുടെ മനസ്സ് എപ്പോഴും ചിന്തയിലാണ് കൂടുതലും മുഴുകിയിരിക്കുന്നത്. ചിന്തയിലോ അല്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്കുള്ള മറ്റു കാര്യങ്ങളിലോ ആണ് എപ്പോഴും മുഴുകിയിരിക്കുന്നത്. അതിനെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തുള്ള സംവേദനകളിലേക്ക് അല്ലെങ്കിൽ ഫീലിങ്സിലേക്ക് കൊണ്ടുവരണം, അവിടെ നിലയുറപ്പിക്കണം. ചിന്തയിൽ കിടക്കുന്ന ആ ചിന്തയിൽ ആണ് ഇപ്പം മനസ്സിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനെ അവിടുന്ന് സ്വിച്ച് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ട് നമ്മുടെ ശരീരത്തിലെ സംവേദനകളിലേക്കായിരിക്കണം അതിന്റെ പ്രധാന ഫോക്കസ്. അത്യാവശ്യം വരുമ്പോൾ മാത്രം ചിന്തകളിലേക്ക് പോവുക, ചിന്തകളെ ഉപയോഗപ്പെടുത്തുക, എന്നിട്ട് പിന്നെയും തിരിച്ച് നമ്മുടെ സെൻസേഷനിൽ തന്നെ വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ ശ്വാസം അല്ലെങ്കിൽ ബോഡിയിലേക്കായിരിക്കണം നമ്മുടെ കൂടുതലായിട്ടുള്ള അറ്റൻഷൻ. അപ്പം ശ്വാസവും ബോഡിയിലെ സെൻസേഷനും ഒരു ഘട്ടം കഴിയുമ്പം ശ്വാസവുമല്ല, പൂർണ്ണമായിട്ടും സെൻസേഷനിൽ തന്നെയാണ് നമ്മൾ നിലയുറപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ നേരത്തെ നമ്മളെ മനസ്സിനെ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ശ്രദ്ധയുടെ മനസ്സിന്റെ ഒരു ഭാഗം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഈ പറയുന്ന ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോ സെൻസേഷനിലും ഉള്ള ഒരു ശ്രദ്ധ എപ്പോഴും നമുക്ക് നൽകും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, എന്ത് പറയുമ്പോഴും, എന്ത് പെരുമാറുമ്പോഴും, എന്ത് ചിന്തിക്കുമ്പോഴും നമുക്ക് നമ്മുടെ സെൻസേഷനെ നമുക്ക് അറിഞ്ഞുകൊണ്ടിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റും. അതായത് അപ്പൊ റിയാക്ഷൻ അല്ല, അപ്പൊ റെസ്പോണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ബ്ലൈൻഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മാറുന്നുണ്ട്, ഫീലിങ്സ് വരുന്നുണ്ടെന്ന് അറിയാതെ നമ്മൾ പുറത്തേക്ക് മാത്രം നോക്കി നമ്മളിങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ അസ്വസ്ഥത വരുന്നതും ഇതൊക്കെ ബിൽഡപ്പ് ആവുന്നതും ഇറിറ്റേഷൻ വരുന്നതും ഒക്കെ നമ്മുടെ ഈ ബോഡിയിൽ ഉണ്ടാകുന്ന സെൻസേഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ റിയാക്ഷൻ എല്ലാം ഉണ്ടാകുന്നത്. സെൻസേഷൻ സുഖമുള്ളതാണെങ്കിൽ ഒരിക്കലും നമ്മുടെ മനസ്സിനകത്ത് അസ്വസ്ഥത വരുന്നില്ല. ബോഡി ശാന്തമാവാതെ, ബോഡി കൂളാവാതെ മൈൻഡ് കൂളാവത്തില്ല. പക്ഷെ നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്നത് തിരിച്ചാണ്. നമ്മൾ നമ്മുടെ മൈൻഡിനെ പിടിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ നോക്കും. പക്ഷെ ബോഡി കൂളാവാത്ത സ്ഥലത്ത് ഒരു മൈൻഡ് കൂളായിട്ടിരിക്കത്തില്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിൽ ഓർക്കണം. അപ്പോൾ ബോഡിയെ കൂളാക്കുക അല്ലെങ്കിൽ ബോഡിയിൽ ഉണ്ടാകുന്ന ഫീലിങ്സിനെ, സെൻസേഷൻസിനെ, ബോഡി വൈബ്രേഷൻസിനെ തണുപ്പിക്കാതെ മനസ്സിനെ നമുക്ക് തണുപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ തണുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അഥവാ അത് വന്നിട്ടുണ്ടെങ്കിൽ, ബോഡി ഒരു സെൻസേഷൻ എറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് പിന്നെയും പഴയ ശീലം വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മുടെ ശീലം എന്താണ്? ആ സെൻസേഷൻ വരുമ്പോഴത്തേക്ക് നല്ല സുഖമുള്ളതാണെങ്കിൽ അതിനോട് ഇഷ്ടം കാണിക്കും, അസുഖകരമായ സെൻസേഷൻ ആണെങ്കിൽ അതിനോട് അനിഷ്ടം കാണിക്കും. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മളെപ്പോഴും നമ്മുടെ ചിന്തയും അറ്റൻഷനും ഫോക്കസും എല്ലാം ഈ പുറത്തേക്കുള്ള കാര്യങ്ങളിൽ, വ്യക്തികളിൽ, സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ബോഡിയിൽ എന്താണ് നടക്കണം നമ്മൾ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മുടെ മനസ്സൊരിക്കലും തണുക്കാത്തത്. മനസ്സ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ അറ്റൻഷൻ നമ്മുടെ സെൻസേഷനിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെപ്പറ്റി അവെയർ ആവാൻ പറ്റത്തുള്ളൂ. അതിനെപ്പറ്റി നമ്മൾ അവെയർ ആയാൽ മാത്രമേ നമുക്ക് അതിനോട് റിയാക്ട് ചെയ്യാതെ അതിനെ ജസ്റ്റ് പാസ് ഓൺ ചെയ്യാൻ നമ്മൾ അനുവദിക്കണം. ഒരു സെൻസേഷൻ എന്തായാലും ശരീരത്തിൽ സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അത് അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. ശരീരത്തിന്റെ ധമ്മ അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രോപ്പർട്ടി അങ്ങനെയാണ്. അതിന്റെ നേച്ചർ അങ്ങനെയാണ്. അതിന്റെ പ്രകൃതം അങ്ങനെയാണ്. അപ്പോൾ ഏത് സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ അത് തന്നെ പാസ് ഓൺ ആയി പോകും. ഇത് നമ്മൾ പക്ഷേ നേരത്തെ നമ്മൾ അറിയത്തില്ല. നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ് സെൻസേഷൻ ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. ഏത് സെൻസേഷൻ, ഇപ്പൊ അത് ദേഷ്യമായാലും, പേടിയായാലും, പരിഭ്രമമായാലും, അസൂയയായാലും, എന്ത് വികാരങ്ങളാണേലും അതെല്ലാം ബോഡിയിൽ ഒരു സെൻസേഷൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിന് തന്നെ പാസ് ഓൺ ചെയ്തങ്ങ് പോകും. അപ്പൊ ഇനി അഥവാ സെക്ഷൽ പാഷൻ ആയാലും നമ്മൾ എന്ത് കാര്യത്തിലും നമ്മളിപ്പോ കാണുന്നത്, കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ അന്നേരം ഒക്കെ നമ്മുടെ ശരീരത്തിൽ സെൻസേഷൻ വരും. പക്ഷെ നമ്മൾ ആ സെൻസേഷനെ ഒന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ പാസ് ഓൺ ചെയ്യും. ഇപ്പൊ നമ്മൾ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക, ആംഗ്രി ആയിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാളുമായിട്ടുള്ള വഴക്കും അയാളുമായിട്ടുള്ളതും അയാളുടെ സംസാരവും അയാൾ പറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. നമ്മുടെ ശരീരത്തേക്ക് ഒരു നിമിഷം അതിൽ നിന്ന് വിട്ടിട്ട് നമ്മുടെ ശരീരത്തിലേക്കുള്ള പ്രകമ്പനങ്ങളെ നമ്മളൊന്ന് നോക്കിയിരുന്നെങ്കിൽ നമുക്കിത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുമായിരുന്നു. അപ്പൊ നമുക്ക് സെപ്പറേഷൻ കിട്ടും. അങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഈ മനസ്സുമായിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷനുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്?
അങ്ങനെയാണ് ഡിറ്റാച്ച്മെന്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഡിറ്റാച്ച്മെന്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരത്തുള്ള സെൻസേഷനെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ശീലത്തിലേക്ക് വരും. അത് ഏറ്റവും കൂടുതൽ അതിന്റെ ആ ശീലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇത് ചെയ്യണം എന്നുള്ളതാണ്. ഇടയ്ക്ക് ഒരു മണിക്കൂർ, ആഴ്ച ഒരു മണിക്കൂർ നമ്മൾ ഇത് ചെയ്തു, ബാക്കിയുള്ള മുഴുവൻ മണിക്കൂറുകളിൽ നമ്മൾ മറ്റെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മളുടെ ഈ ശീലം ബലപ്പെടത്തില്ല. നമ്മുടെ ഈ ശീലം ബലപ്പെടണമെങ്കിൽ നമ്മൾ ഇത് കൂടുതൽ സമയത്ത് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ദിവസം ചെയ്യുമ്പോഴും ഒക്കെ കൂടെ നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ഈ സെൻസേഷനിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശീലിക്കണം. ഒരു ഘട്ടം എത്തിക്കഴിയുമ്പം ഇത് നമ്മുടെ മെയിൻ സ്ഥലമായി മാറും. ചിന്തയും മറ്റു കാര്യങ്ങളും അത് വല്ലപ്പോഴും നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പോവേണ്ട ഇടങ്ങളായി മാറും. ആ ഒരു സ്വിച്ചിങ്ങിലേക്ക് നമ്മൾ എത്തണം. അപ്പൊ നമുക്ക് ആദ്യമേ വേണ്ടത് നമ്മുടെ സെൻസേഷനിലേക്ക് നമ്മുടെ അവയർനെസ്സിനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമുക്ക് അത് അറിയാനുള്ള ഒരു കഴിവ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ മറ്റു കാര്യങ്ങളിലും മറ്റു ശീലങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് അതിനുവേണ്ടി നമ്മൾ ശ്വാസത്തെ ഉപയോഗിക്കുന്നു. ശ്വാസത്തിൽ കൂടി നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം അടക്കി നമ്മുടെ ബോഡിയിലേക്ക് അറ്റൻഷൻ കൊണ്ടുവന്ന് അതിനുശേഷം ആ ശ്വാസത്തെ ഫോക്കസ് ചെയ്ത് നല്ല കോൺസെൻട്രേഷൻ ആക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിലേക്ക് സെൻസേഷനിലേക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ വ്യാപിക്കും, ഫോക്കസ് വ്യാപിക്കും. അതതിന്റെ ഒരു നോർമൽ പ്രോസസ്സാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആനപാനസതിയിലേക്ക് നമുക്ക് നേരിട്ട് തന്നെ നമ്മുടെ വിപാസനയിലേക്ക് പോകാൻ പറ്റും. വിപാസന എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന എന്തൊക്കെയാണോ നടക്കുന്നത് അതിനെ പറ്റിയുള്ള ഒബ്സർവേഷൻ. അങ്ങനെ അതിലേക്ക് നമ്മൾ എത്തുമ്പം അതിനോട് ഇഷ്ടം അനിഷ്ടം കാണിക്കാതെ അതിനെ പാസ് ഓൺ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അതിനെ നോക്കാൻ. സെൻസേഷൻ വരികയെ അതിനോട് പിന്നെ ഇഷ്ടം അനിഷ്ടം കാണിക്കരുത്. അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ മനസ്സിന്റെ ശീലം തന്നെയായിരിക്കും ബലപ്പെടുന്നത്. അതിന് പകരം മനസ്സിന്റെ ആ ശീലം, അതായത് ഇഷ്ടം അനിഷ്ടം കാണിക്കുന്ന ശീലത്തിൽ നിന്ന് വിടുവിച്ച് അതിനെ ജസ്റ്റ് പാസ് ഓൺ ചെയ്യാൻ അനുവദിക്കുക. അതൊരു ഫിസിക്കൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആറ്റോമിക് വൈബ്രേഷൻ. അത് ഏത് രീതി വേണം നമുക്ക് കാണാം. അതങ്ങ് നടന്നോട്ടെ, അതങ്ങ് കഴിഞ്ഞ് പൊക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മളതിനെ വെയിറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സ് കൂളായിട്ടിരിക്കും. അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറണം, അത് നമ്മുടെ ശീലമായി മാറും. ഇത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ബേസിക്കലി ഒരു 4 കാര്യങ്ങളേ ഉള്ളൂ. അറ്റൻഷനെ നമ്മുടെ ശരീരത്തേക്ക് കൊണ്ടുവരിക, അതിന് ശ്വാസത്തെ ഉപയോഗിക്കുക, അതിനകത്ത് കോൺസെൻട്രേഷൻ ഉണ്ടാക്കുക, ശരീരത്തിലുള്ള സെൻസേഷനിലേക്ക് നമ്മുടെ ഫോക്കസിനെ മാറ്റുക, എന്നിട്ട് ആ ശരീരത്തിലുണ്ടാകുന്ന സെൻസേഷൻ ഓരോ സമയത്തും അതിനെ പാസ് ഓൺ ചെയ്യാൻ അനുവദിക്കുക. ഇത്രേ ഉള്ളൂ കാര്യം. അപ്പൊ നമുക്ക് നമ്മുടെ മെയിൻ മെഡിറ്റേഷനിലേക്ക് തന്നെ നമ്മൾ പോവാം. അവസാനം ഒരു 10 മിനിറ്റെങ്കിലും നമുക്കൊന്ന് സംസാരിക്കാൻ കിട്ടണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ അതിലേക്ക് ഇങ്ങ് പോകുന്നത്. അപ്പോൾ എപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ ആനപാനസതി തന്നെ ചെയ്യാം. ഇന്നും കൂടെ ആനപാനസതി തന്നെ ചെയ്യാം. അതിനുശേഷം നമുക്ക് പിന്നീട് പ്രോഗ്രസ് എല്ലാവരും ചെയ്യണം. വീട്ടിലിരുന്നാണെങ്കിലും ഇത് ചെയ്യണം. തുടക്കത്തിലൊക്കെ നിങ്ങൾ 2 നേരവും ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സമയം കൂടുതൽ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ പറയുന്ന ബോഡി സെൻസേഷനിലേക്കുള്ള ഒരു ഫോക്കസ് അല്ലെങ്കിൽ അതിനേക്കുള്ള സ്കാനിങ് നമുക്ക് തുടങ്ങാം. അപ്പൊ എല്ലാവരും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക, അധികം ചാരാതിരിക്കാൻ നോക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നുകൊണ്ടിട്ട് ബോഡി എല്ലാം ഒന്ന് റിലാക്സ്ഡ് ആക്കുക, എസ്പെഷ്യലി ഷോൾഡേഴ്സ് ഒന്ന് റിലാക്സ് ചെയ്യുക. അതിനുശേഷം സാവധാനം കണ്ണടയ്ക്കുക. ഞാൻ ബെല്ല് റിങ് ചെയ്യുക. ദീർഘമായി ശ്വാസം 1-2-3 തവണ വിട്ട് ഒന്ന് ബോഡി റിലാക്സ് ചെയ്തിട്ട് നേരെ നമ്മുടെ ശ്വാസത്തിലേക്ക് അറ്റൻഷനെ കൊണ്ടുവരിക. ശ്വാസത്തിൻ്റെ വിവിധ പ്രക്രിയകളിലേക്ക് അല്ലെങ്കിൽ വിവിധ വശങ്ങളിലേക്ക്, അതിന് കുറേ കാര്യങ്ങളുണ്ട് ശ്വാസത്തിന്, അതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. ശ്വാസത്തിൻ്റെ ആ ഒരു ക്രമം, അതായത് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്നു, പിന്നെ അത് പോസ് ചെയ്യുന്നു, പിന്നെ പുറത്തേക്ക് ശ്വാസം വിടുന്നു, പിന്നെ പോസ് ചെയ്യുന്നു. ഇതാണ് ശ്വാസത്തിൻ്റെ ക്രമം. ആ ക്രമത്തെ ഒന്ന് നോക്കുക, അതിനെ ഒബ്സർവ് ചെയ്യുക. പിന്നെ ശ്വാസത്തിൻ്റെ സ്പർശനം, ശ്വാസം അകത്തേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നമ്മളുടെ മൂക്കിനകത്തൂടെ അതിൻ്റെ വശം, അതിൻ്റെ അകത്തുള്ള ഭിത്തിയിലൂടെ
സ്പർശിച്ചാണ് ശ്വാസം കടന്നു പോകുന്നതും വരുന്നതും. അതിനെ ശ്രദ്ധിക്കുക. ആ സ്പർശനം, ആ ടച്ച് ഒന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്, ശ്വാസത്തിൻ്റെ ടെമ്പറേച്ചർ ഉണ്ട്. അകത്തേക്ക് പോകുന്നതിന് കുറച്ചൊരു നേരിയ തണുപ്പുണ്ടാവും, പുറത്തേക്ക് വരുന്നതിന് നേരിയൊരു ചൂടുണ്ടാവും. അതിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് ശ്രദ്ധിക്കുക. നാലാമത്, അത് കടന്നു പോകുമ്പോൾ, അകത്തേക്ക് പോകുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും നേരിയൊരു ശബ്ദം നമുക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ പറ്റും. നമ്മുടെ ഫോക്കസ് കൂടുന്തോറും അതൊക്കെ പെട്ടെന്ന് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്കത് കിട്ടിത്തുടങ്ങും. അതിലേക്ക് മാത്രമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഇടയ്ക്കുള്ള ഗൈഡിങ് കുറച്ച് കുറയ്ക്കാൻ പോവുകയാണ്. കൂടുതൽ നേരം നിങ്ങൾക്കായിട്ട് വിട്ടു തരികയാണ്. ഉറങ്ങിപ്പോകരുത്. അഥവാ ഉറക്കം വരുന്നുണ്ടെങ്കിൽ തിരിച്ച് ശ്വാസത്തിൽ കൊണ്ടുവരണം. ചിന്തകളിലേക്ക് മനസ്സ് പോകുന്നുണ്ടെങ്കിലും ശ്വാസത്തിലേക്ക് കൊണ്ടുവരണം. ആ ശ്വാസം എന്ന് പറയുന്ന പ്രക്രിയ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളുടെ തലയ്ക്കകത്തൂടെ പല പല ചിന്തകൾ പോകുന്നുണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. അതിലേക്ക് പോകണ്ട. നമ്മളുടെ സ്റ്റേഷൻ പോയിന്റ്, നമ്മൾ എവിടെയാണ് നിലയുറപ്പിക്കേണ്ടത്? ശ്വാസത്തിലാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. ശ്വാസത്തിനെ നിങ്ങളായിട്ട് ഒരു രീതിയിലും അതിനെ ഫോഴ്സ് ചെയ്യാനോ മാറ്റാനോ ഒന്നും ശ്രമിക്കേണ്ട. നമ്മൾ ഒബ്സർവ് ചെയ്യുക മാത്രം ചെയ്യുകയാണ്. ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ. നമ്മൾ അതിനകത്ത് ഒഴുകണ്ട. മറ്റാരോ ശ്വാസം വിടുന്നത് പോലെ നമ്മൾ അതിനെ നോക്കി കണ്ടാൽ മതി.
ശ്വാസത്തിൻ്റെ വിവിധ കാര്യങ്ങളിലേക്ക് ഇടയ്ക്കിടെ മാറി നമ്മൾ നോക്കുക. അപ്പോൾ ഒന്നിൽ തന്നെ ഇരുന്ന് നമ്മൾ ഉറങ്ങിപ്പോവില്ല. ഇനി നിങ്ങളുടെ ശരീരത്തെ ഏതെങ്കിലും വളരെ പ്രകടമായിട്ട് ഫീൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സെൻസേഷൻ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും ഒരു വേദനയോ പെയിനോ മരവിപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ജസ്റ്റ് അതിനെ വാച്ച് ചെയ്യുക. ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ പോവുക. ഇനി രണ്ട് കൈ വെള്ളകളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് കൈയുടെയും വെള്ളകൾ, പിന്നെ ആ രണ്ട് കൈയുടെയും വിരലുകളും അകഭാഗം, അവിടെ എന്തെങ്കിലും ഒരു തരിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കുറച്ച് നേരം ഒന്ന് അവിടെ ഒന്ന് മനസ്സിനെ ഒന്ന് ഉറപ്പിക്കുക. ഓരോ വിരലുകളും കൈയുടെ വെള്ളയും എന്തെങ്കിലും ഒരു വൈബ്രേഷൻ, ഒരു തരിപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അവിടെയൊക്കെ ലൈഫ് ഉണ്ട്, അവിടെയൊക്കെ കോശങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, രക്തം എത്തുന്നുണ്ട്. അതിൻ്റെ അവിടെ എന്തെങ്കിലും ഒരു ലൈഫ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. ശരീരത്തെ ഏറ്റവും പെട്ടെന്ന് സെൻസേഷൻ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ അഗ്രഭാഗങ്ങളായിട്ടുള്ള കൈവെള്ളകളും കാൽവെള്ളകളും. ഇപ്പോൾ നമ്മൾ കൈവെള്ളകളിലാണ് ശ്രദ്ധിക്കുന്നത്.
വിരലുകൾ ശ്രദ്ധിക്കുക. കുറച്ചു നേരം മനസ്സിനെ അവിടെ നിന്ന് ഫോക്കസ് ചെയ്യുക. കൈവിരലുകൾ വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ അവിടെ ഒരു തരിപ്പുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ കോൺസെൻട്രേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടേണ്ട, തിരിച്ച് ശ്വാസത്തിലേക്ക് പോയിക്കൊള്ളുക. സെൻസേഷൻ കിട്ടുന്നവരുണ്ടെങ്കിൽ അതിനെ കൂടുതലായി ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാത്തവർ ആനാപാനസതിയിൽ ശ്വാസത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ഇനി കൈകൊള്ളകളിൽ നിന്ന് തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ പോയിക്കൊള്ളുക. ഇനി നമ്മുടെ അറ്റൻഷൻ കാലിന്റെ വെള്ളകളിലേക്ക് കൊണ്ടുപോവുക. കാലിന്റെ വെള്ളകളിൽ എന്തെങ്കിലും ഒരു തരിപ്പ്, മരവിപ്പോ, ചൂടോ തണുപ്പോ, കാറ്റ് കൊള്ളുന്നത് പോലെയോ തണുക്കുന്നത് പോലെയോ തരിക്കുന്നത് പോലെയോ മരവിക്കുന്നത് പോലെയോ എന്തെങ്കിലും ഒരു സെൻസേഷൻ കാലിന്റെ വെള്ളയിലുണ്ടോ എന്ന് നോക്കുക. കാലിന്റെ വിരലുകളിലും നോക്കുക.
ഇനി തിരിച്ച് ശ്വാസത്തിലേക്ക് തന്നെ നമ്മുടെ അറ്റൻഷനെ തിരിച്ചു കൊണ്ടുപോവുക. ഒന്നുകൂടി മനസ്സിനെ ഷാർപ്പാക്കുക. ശ്വാസത്തിൻ്റെ സ്പർശനവും ശ്വാസത്തിൻ്റെ ചൂടോ തണുപ്പ് ടെമ്പറേച്ചറും മാത്രം ശ്രദ്ധിക്കുക. ഇനി കൈവെള്ളകളും കാൽവെള്ളകളും കൂടെ ഒരുമിച്ച് ഒന്ന് നോക്കുക. രണ്ടും കൂടെ ഒരേ സമയം
മൊത്തത്തിൽ എന്തെങ്കിലും തരിപ്പോ സെൻസേഷൻസോ ഫീലിങ്സോ ഈ 4 അഗ്രഭാഗങ്ങളിൽ, 2 കൈയുടെയും 2 കാലിൻ്റെയും വെള്ളകളിൽ എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. തിരിച്ച് ശ്വാസത്തിലേക്ക് പോവുക, മടങ്ങിപ്പോവുക. എല്ലാവരും ഫ്രഷ് ആവുക. മുഖം ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് തിരുമ്മി കണ്ണ് തുറന്ന് ഫ്രഷ് ആവുക. നമുക്കൊരു 10 മിനിറ്റ് ഉണ്ട്. എന്തെങ്കിലും ചോദിക്കാനോ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളോ
അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസോ ഉണ്ടെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ചെയ്തതും ആനപാനസതിയാണ്. ജസ്റ്റ് ഒന്ന് ശരീരത്തിൻ്റെ സെൻസേഷനിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അതായത് കൈയുടെ വെള്ളകളും കാൽവെള്ളകളും പിന്നെ അതുപോലെ ശരീരത്തിൽ എന്തെങ്കിലും ക്ലിയറായിട്ട് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും സെൻസേഷൻ ഉണ്ടോ എന്ന് നോക്കിയത്. ഇത് നമ്മൾ കൂട്ടിക്കൂട്ടി കൊണ്ടുവരും. കൂട്ടിക്കൂട്ടി കൊണ്ടുവന്ന് ശരീരത്തിലുള്ള മൊത്തം സെൻസേഷൻസിനെ നമുക്ക് ഫുള്ളായിട്ട് അറിയാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ എത്തും. അത് നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ തന്നെ ഒരു ഘട്ടം എത്തുമ്പോൾ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ ആവശ്യത്തിനായി നമുക്ക് തോന്നുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് നമ്മുടെ ശരീരം മൊത്തത്തിൽ തന്നെ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സെൻസേഷൻ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ വരും, ശരീരം മൊത്തമായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് യെസ് ആവശ്യത്തിനുള്ള ഒരു കോൺസെൻട്രേഷൻ നമുക്ക് ആയി എന്നുള്ള മനസ്സിലാവും. അത് ഉപയോഗിച്ചിട്ടാണ് പിന്നെ നമ്മൾ മൊത്തത്തിൽ ശരീരത്തിൻ്റെ തല തൊട്ട് പാദം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മൾ സ്കാൻ ചെയ്യുന്നത് പോലെ കടന്നു പോകും. എല്ലാ സ്ഥലത്തും സെൻസേഷൻസ് ഇങ്ങനെ എന്തൊക്കെയുണ്ട് എന്ന് ജസ്റ്റ് വിറ്റ്നസ് ചെയ്ത് വാച്ച് ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് കടന്നു പോകും. ഇത് നമ്മൾ ശീലിപ്പിക്കുകയാണ് നമ്മുടെ മനസ്സിനെ. നമ്മളുടെ അറ്റൻഷൻ ചിന്തകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും മാറ്റി സ്ഥിരമായി ഈ പറയുന്ന ബോഡി സെൻസേഷൻസിൻ്റെ ആ ഒരു മണ്ഡലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റി നമ്മൾ പ്രതിഷ്ഠിക്കാൻ പോവുക. അതാണ് പ്രജ്ഞയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആകുക എന്ന് പറയുന്നത്. പ്രജ്ഞയിൽ സ്ഥിതമാവുക, സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയാണ്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷമായി സംഭവിക്കുന്നതിനെ പറ്റിയുള്ള ജ്ഞാനം, പ്രത്യക്ഷ ജ്ഞാനം. അതായത് ബോഡിയിൽ എന്തൊക്കെയാണ് അറ്റ് ദിസ് ടൈം, ഈ റൈറ്റ് മൊമെന്റ്, ഈ പ്രസന്റ് മൊമെന്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അവയർനെസ് നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അത് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കണം. അത് വരുമ്പോഴാണ് നമുക്ക് നമ്മളെപ്പറ്റി അവെയർ ആയിക്കൊണ്ടിട്ട് മാത്രം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ, ഇതുവരെ നമ്മൾ ചെയ്തത് മുഴുവൻ നമ്മളെപ്പറ്റി ഒട്ടും അവെയർ ആവാതെ നമ്മളിങ്ങനെ പരിസരവുമായിട്ടും ചുറ്റുപാടുകളുമായിട്ടും ആൾക്കാരുമായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരത്ത് എന്തൊക്കെയാണ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ല. അത് നമ്മൾ മാറ്റുകയാണ്. ഇതുവരെ നമ്മൾ അങ്ങനെ ആയിരുന്നു, പക്ഷേ ഇനി തൊട്ട് നമ്മൾ നമ്മുടെ ശരീരത്തേക്കാണ് നമ്മുടെ ഫോക്കസ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ശരീരത്തിലുള്ള സെൻസേഷനിൻ്റെ മണ്ഡലത്തിൽ നില ഉറപ്പിച്ചുകൊണ്ടിട്ടാണ് ഫ്യൂച്ചറിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെൻസേഷൻ വലിയ കാര്യമായിട്ട് വരുന്നു, അല്ലെങ്കിൽ വളരെ വലിയ ഒരു മാനസികമായ ഒരു ദുഃഖമോ അല്ലെങ്കിൽ ടെൻഷനോ എന്തെങ്കിലും ഒന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ആംഗ്രിയോ എന്ത് വരുമ്പോഴോ നമ്മുടെ ശരീരത്തുള്ള സെൻസേഷനെ ആദ്യം നമ്മൾ തണുപ്പിക്കും. മനസ്സുമായിട്ട് നമ്മൾ ഒരിക്കലും, ചിന്തകളുമായിട്ട് നമ്മൾ ഒരിക്കലും ഗുസ്തി പിടിക്കരുത്. ചിന്തകളെ നമുക്ക് വരിഞ്ഞു മുറുക്കി തടഞ്ഞ് കെട്ടിയിടാൻ പറ്റില്ല. ചിന്തകളോടല്ല നമ്മൾ ഗുസ്തി പിടിക്കേണ്ടത്. ചിന്തയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഇന്ധനം എന്ന് പറയുന്നത് നമ്മുടെ ഈ സെൻസേഷൻസ് ആണ്. സെൻസേഷൻസിന്റെ ആ ഇന്ധനത്തിൽ നിന്നാണ് മനസ്സിന്റെ പ്രതികരണങ്ങൾ, ചിന്തകൾ, ഇഷ്ടങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങളായിട്ടുള്ള ചിന്തകൾ അതിൻ്റെ ഇന്ധനം സ്വീകരിക്കുന്നതും അത് കൂടുതൽ ചാടുന്നതും. നമ്മൾ ആ ഇന്ധനമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം മനസ്സിന്റെ ശരീരത്തുണ്ടാകുന്ന സെൻസേഷനെ നമ്മൾ അടക്കിയാൽ മനസ്സ് പിന്നെ ചാടുകയില്ല. അല്ലെങ്കിൽ നമ്മളൊരു കടലില് ഒത്തിരി ഓളവും തെരയും ഉള്ളിടത്ത് കപ്പൽ കിടന്നിങ്ങനെ ചാടുന്നത് പോലെ ആ കപ്പലിനെ നമ്മൾ നേരെയാക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. അതിന് വരെ കടലിനെ ശാന്തമാക്കിയാൽ കപ്പൽ ശാന്തമാവും എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന സെൻസേഷൻസിനെ നമ്മൾ ശാന്തമാക്കിയാൽ മനസ്സ് ശാന്തമാവും. ഇതാണ് ഇതിനകത്തെ ടെക്നിക്ക്. അങ്ങനെയാണ് നമ്മൾ മനസ്സിനെ ശാന്തമാക്കുന്നത്, ഇന്നർ പീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നീട് പോകെ നമ്മൾ നമ്മളെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ പറ്റിയുള്ള കുറച്ച് കൂടുതൽ അറിവുകൾ കിട്ടിത്തുടങ്ങും. ഞാനെന്ന് പറയുന്ന വ്യക്തി എന്താണ്, എൻ്റെ മനസ്സും ശരീരവും എന്താണ്, അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പറയും. എങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തി എന്ന് പറയുന്ന ഒന്ന് രൂപം കൊണ്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് ഒരു സമയത്ത് ആ വ്യക്തി എന്ന് പറയുന്നതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്മാവെന്ന് പറയുന്ന ഒന്നില്ല, അത് വെറും ഒരു മനസ്സിന്റെ ഒരു ഭാവന, ഒരു തോന്നൽ മാത്രമാണെന്നൊക്കെ നമ്മൾ തിരിച്ചറിയും. അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റീസ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആത്യന്തിക സത്യങ്ങൾ, പരമാർത്ഥങ്ങൾ, അതായത് അനിത്യത, അതുപോലെ എങ്ങനെയാണ് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാവുന്നത്, ദുഃഖ എന്ന് പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ സുഖമല്ലാത്ത എന്തും അസ്വസ്ഥത,
അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് സെൻസേഷനെതിരായിട്ട് മനസ്സ് ചാടുന്ന ആ ഒരു സ്വഭാവം. പിന്നെ ആത്മാവെന്ന് പറയുന്നൊന്നുമില്ല, നമ്മൾ ഈ കുറച്ച് 5 പ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടം മാത്രമാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള അറിവുകളും കൂടെ നമ്മൾ ഇതിനകത്ത് കിട്ടും. അങ്ങനെ വരുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന ഒരു വ്യക്തി, സെൽഫ് എന്ന് പറയുന്ന ഒന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നതും നമുക്ക് മറ്റൊരു തലത്തിലുള്ള ഒരു 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 ബോധം, ഒരു ഹയർ കോൺഷ്യസ്നെസ് നമുക്ക് തന്നെ കിട്ടുകയും ചെയ്യുന്നത്. അപ്പം അതൊക്കെ ഇനി അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ് നമുക്ക് വരുന്നത്. ഇന്നത്തേതിനകത്ത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഈ പ്രാക്ടീസ് തന്നെ മുമ്പോട്ട് ദിവസം കൊണ്ട് ചോദിച്ചോ. സർ, നമ്മൾ മെഡിറ്റേഷൻ ടൈമിൽ അല്ലാത്ത ടൈമിൽ നമ്മൾ ബോഡി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ വേദന അതുപോലെ തരിപ്പ് അങ്ങനത്തെ ഉണ്ടാവുമല്ലോ നമ്മുടെ ബോഡിയിലെ, അങ്ങനെ അത് ശ്രദ്ധിക്കണം അതോ നമ്മുടെ ഫീലിങ്സ് ആണോ ശ്രദ്ധിക്കേണ്ടത്? ബോഡിയിലാ ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം ഫീലിംഗ്. അതായത് വേദനയ്ക്കെതിരായിട്ട് നമ്മുടെ മനസ്സ് പ്രതികരിക്കും, മരവിപ്പിനെതിരായിട്ട് മനസ്സ് പ്രതികരിക്കും, വേർക്കുന്നതിനെതിരായിട്ട് മനസ്സ് പ്രതികരിക്കും, തണുക്കുന്നതിനെതിരായിട്ട് പ്രതികരിക്കും, ചൂട് കൊള്ളുന്നതിനകത്ത് പ്രതികരിക്കും, അല്ലാതെ നെഞ്ചിൻ്റെ അകത്തൊരു ഭാരം വരുന്നതിന് പ്രതികരിക്കും. എല്ലാം ശരീരം എന്ന് പറയുന്ന ഈ ഒരു മാധ്യമം, ഈ ഒരു മീഡിയം, ഇത് വെച്ചാണ് നമ്മൾ എല്ലാം ഫീൽ ചെയ്യുന്നത്. ഫീൽ ചെയ്യാൻ ഒരു പ്രതലം വേണം. ആ പ്രതലം അല്ലെങ്കിൽ അതിനൊരു മാധ്യമം വേണം. അതാണ് നമ്മുടെ ഈ ശരീരം. ഇതുകൊണ്ടാണ് എല്ലാം നമ്മൾ ഫീൽ ചെയ്യുന്നത്. ഇതെല്ലാം ഫീലിങ്ങുകളാണ്. അല്ലാതെ മനസ്സിനകത്ത് തോന്നുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത്, നമ്മൾ പറയുമ്പോൾ എന്താ ഇമോഷൻ എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഒരു ചിന്തയും ആ ചിന്തയോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗുമാണ്. ഇത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് നമ്മുടെ ഇമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് ഫീലിങ്സ് ആണ്. ശരീരം കൊണ്ട് നമ്മൾ ഫീൽ ചെയ്യുക. അപ്പൊ അതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. എല്ലാം ശ്രദ്ധിക്കണം. എനിക്ക് സംശയമായിരുന്നു. സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ എന്ന് ഞാൻ വീട്ടിൽ ഉള്ള അംഗങ്ങളെ ഒന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ട് അത് പരാജയപ്പെട്ട് നിൽക്കുക. ഇനിയിപ്പോ അവരെ ഒന്ന് സംഘർഷത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്. ഞാനിപ്പോ ഇതാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്ത് നമ്മളൊരു ഇമോഷൻ ഉണ്ടാകുമ്പോഴും, അതിപ്പോ ദേഷ്യമായാലും സങ്കടമായാലും സ്ട്രെസ് ആയാലും ആരെങ്കിലും നമ്മളെ പറ്റിച്ചു എന്നുള്ള തോന്നൽ വരുന്നാലും, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ചതിച്ചു എന്ന് തോന്നുമ്പോഴോ ഒക്കെ നമ്മൾ തന്നെത്താൻ ഇരുന്ന് നമ്മുടേതായിട്ടുള്ളൊരു സ്പേസിൽ നമ്മൾ ഇരുന്നിട്ട് ഇപ്പൊ എൻ്റെ ശരീരത്തിൽ തോന്നുന്ന ഫീലിംഗ് എന്താണെന്ന് ശ്രദ്ധിക്കാൻ പറ്റണം. ഒരാൾ നമ്മളോട് പറഞ്ഞ ഒരു വാക്ക് മാറ്റി നമ്മളെ ചതിച്ചു എന്ന് വിചാരിക്കുക, നമുക്കത് വല്ലാത്ത സംഘർഷം തോന്നും മനസ്സിൻ്റെ അകത്ത്. അപ്പൊ ആ ചിന്തകളിൽ നിന്ന് മാറി നമ്മൾ ഇരുന്നിട്ട് നമ്മുടെ ശരീരത്തെ എന്താണ് ഇപ്പൊ എനിക്ക് ഫീൽ ചെയ്യുന്നത് നോക്കണം. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഉള്ളിൽ ദേഷ്യം വരുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ നോക്കണം. അങ്ങനെ ഒന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഈ ഒരു ഇത് മനസ്സിലാവും, അതിന്റെ എന്താ പറയാ പ്രവർത്തനം മനസ്സിലാവും. അന്നേരം നമ്മൾ എന്നിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരത്തേക്ക് നമ്മുടെ ബോഡിയിലുള്ള ആ സെൻസേഷനെ ഒന്ന് വാച്ച് ചെയ്ത് അതിനെ തന്നെ അങ്ങ് വാച്ച് ചെയ്യുക. അത് തന്നെ അങ്ങ് പോകും. നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴല്ലോ നമ്മൾ കൂളായിരിക്കും. നമുക്ക് ഭയങ്കരമായ എത്ര വലിയ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റും. ആദ്യമൊക്കെ നമുക്കത് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മുടെ മനസ്സ് മറ്റേതൊക്കെ വലിച്ചുകൊണ്ട് പോകും. കാരണം നമ്മൾ എത്രത്തോളം ആ ഫീലിംഗുമായിട്ട് അറ്റാച്ച്ഡ് ആണെന്നുള്ളതായിരിക്കും. അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അതിനെ നമ്മൾ വലിച്ചുകൊണ്ട് പോകും നമ്മളെ. അതിനെ നമ്മളെ ശരീരത്തെ ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെ ഡിറ്റാച്ച്മെന്റ് നമുക്ക് തുടങ്ങാൻ പറ്റുക. അങ്ങനെ വേണം നമ്മുടെ ഇമോഷൻസുമായിട്ട് നമ്മൾ ഡിറ്റാച്ച്ഡ് ആവാൻ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമുക്കൊരു സ്കില്ലായി വരും. പിന്നെ എന്ത് പ്രശ്നം വരുമ്പോഴും നമ്മൾ 2 മിനിറ്റ് ചിലപ്പോൾ നിൽക്കുന്ന നിപ്പിൽ തന്നെയാണ് നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ അത് തീരും. ഇത് ഒത്തിരി പല ഘട്ടങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടും. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറാൻ പോകുമ്പോൾ, ആൾക്കാരെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ, ആൾക്കാരോട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം നമ്മൾ പറയാൻ പോകുമ്പോൾ ഒക്കെ നമുക്കിത് ആവശ്യം വരും. അല്ലെങ്കിൽ നമ്മൾ തന്നെത്താൻ വിഷമിക്കുന്ന സമയത്തൊക്കെ അത് ആ ഒരു സ്കില്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെൻസേഷനെ കൂളാക്കുക, മൈൻഡിനെ കൂളാക്കാം. ഇതാണ് അതിന്റെ ജിസ്റ്റ്, അതിന്റെ ഏറ്റവും അവസാനത്തെ അതിന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് അതാണ്. സെൻസേഷനെ ഒതുക്കുക, മനസ്സിനെ ഒതുക്കുക.
സെൻസേഷൻ അവിടെ ഒരു ആളുകൾക്ക് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഈ ആ പ്രശ്നത്തെ പ്രതികരണം എന്നുണ്ടല്ലോ, അതും കൂടി സാറ് പറയണം. അതായത് നമ്മൾ കൂളായിക്കൊണ്ട് തന്നെ അതേ സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഒരു റെസ്പോണ്ട്, റിയാക്ഷന് പകരം റെസ്പോണ്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് സാർ അതിന്റെ പറയുന്നതിന്റെ. കൂളാവുന്നത് എന്തിനാണ്? കൂളായ മനസ്സുകൊണ്ട് കൃത്യമായ അതിനുള്ള ഒരു പരിഹാരം കണ്ടെത്താനാണ്. തണുത്ത മനസ്സുകൊണ്ട് മാത്രമേ കൃത്യമായ പരിഹാരം നമുക്ക് എപ്പോഴും ഏത് കാര്യത്തിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അജിറ്റേറ്റഡ് ആയിട്ട് വൈകാരികമായിട്ടുള്ള ഒരു മനസ്സുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് ഇതുണ്ടാക്കാൻ പറ്റുകയില്ല, ഒരു നല്ല ഡിസിഷൻ എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ വന്ന എല്ലാവർക്കും, കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നമ്മൾ ഈ ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുക. ഓരോരുത്തരും അവരുടേതായ ലോകത്ത്, അവരവർ മാത്രമാവുന്ന ഒരു ലോകത്ത്, അവരുടെ മനസ്സ് മാത്രമുള്ള ഒരു ലോകത്ത് ഇരുന്ന് ഇത് ചെയ്യുക. സ്വയം അവനവന്റെ മനസ്സിനെ ശരീരത്തെയും പഠിക്കുക, മനസ്സിലാക്കുക. ആ അറിവിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ അകത്തെ ഇന്നർ പീസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദി, എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്ക് നാളെ കാണാം. താങ്ക് യു സാർ. താങ്ക് യു.